നമ്മളെവിടുക്ക പോണേ? ബോട്ടിക്കോ? ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഫുഡ് ഇക്കും കൂടി ഇത് എവിടെ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ആലപ്പുഴ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ബോട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മാത്രമല്ല, ഇക്കൻ്റെ 2 ഫ്രണ്ട്സും അവരുടെ വൈഫും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർ വേറെ കാറിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് ഒരു നല്ല ട്രിപ്പ് പ്ലാൻ ചെയ്തു. അങ്ങനെ പോയി. ട്രിപ്പ് പ്ലാൻഡ് അല്ലായിരുന്നു, ആദ്യം പ്ലാൻ ചെയ്തിരുന്നു. അപ്പോഴത്തേനും ഇഫുട്ടിക്ക് വയ്യാണ്ടായി. എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇഫുവിന് കഫക്കെട്ട് ഉണ്ടായിട്ട് ഇൻഫെക്ഷനായിട്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയി. അപ്പോൾ പിന്നെ പോകില്ലാന്ന് വിചാരിച്ചിരുന്നു. പിന്നെയും ഓക്കെ ആയപ്പോൾ പോയി. പിന്നെ അത് ഞങ്ങൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചായ അടിക്കാൻ വേണ്ടി കയറി. മസാല ദോശയൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ ആണിത്. മക്കളൊക്കെ നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ സ്പീഡിൽ തന്നെ കഴിച്ചു. പിന്നെ ഈ ഒരു പാലം കണ്ടപ്പോൾ എനിക്ക് കുറ്റിപ്പുറം പാലത്തിൻ്റെ ഓർമ്മ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 2-3 പ്രാവശ്യം ബ്ലോക്ക് പെട്ടിട്ടുണ്ടായിരുന്നു, കൊച്ചിയിൽ നിന്നും അതുപോലെ തന്നെ തൃശ്ശൂർ കഴിഞ്ഞ പാടും ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് 2 പ്രാവശ്യം നൈസായിട്ട്. ഞങ്ങളോട് അവരൊരു 10 മണിയാകുമ്പോൾ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുന്നായിട്ട് ഞങ്ങൾ ബ്ലോക്ക് പെട്ടുപോയി. ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓഫീസൊക്കെ കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇതിന് മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഇത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഈ ഫുഡിക്ക് ഉറക്കം വന്നുകൊണ്ട് ഞാൻ ബാക്കിലിരുന്നു, അവൾ ഉറക്കി. പിന്നെ അത് ആലപ്പുഴ എത്തി. ഞങ്ങൾ ബോട്ടിൻ്റെ അങ്ങോട്ട് എത്താനായപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആണിത്. ഇതാണ് കേട്ടോ കറക്റ്റ് സ്പോട്ട്. പക്ഷേ ഗൂഗിൾ ചേച്ചി ഞങ്ങളെ പറ്റിച്ചു ഗൈസ്. ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് ഗൂഗിൾ മാപ്പ് കുറച്ചും കൂടി ഉള്ളോട്ട് കാട്ടിയോണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. പക്ഷേ കാർ അവിടെ കുടുങ്ങിപ്പോയി. പിന്നെ 2-3 ചേട്ടന്മാരൊക്കെ വന്നിട്ടാണ് റിവേഴ്സ് എടുത്തിട്ട്, കാരണം ആ ഭാഗത്തേക്ക് കാർ പോകാൻ പാടില്ല അത്ര. അവിടെ ചതുപ്പാണ്, ഒരു ഏരിയ ചതുപ്പാണ്. പിന്നെ ഈ മതിൽ പൊളിയാനായിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ആകെ ടാസ്ക്കായി. പിന്നെ 2-3 ചേട്ടന്മാരൊക്കെ വന്നവർ ഹെൽപ്പ് ചെയ്ത് കാർ ഞങ്ങൾ യൂട്ടണടിച്ച് കൊടുന്ന് റെഡിയാക്കി വെച്ച്. അപ്പോഴത്തേനും ഞങ്ങളെ കൂടെ വന്നവർ കുറച്ച് ഡിലേ ആയിരുന്നു അവർ വരാൻ വേണ്ടിയിട്ട്. അവർ ഞങ്ങളെ കൂടെ എത്താൻ വേണ്ടി സമയം എടുത്തു. അപ്പോഴത്തേനും കാർ അവിടെ കുടുങ്ങിയും പോയി. പിന്നെ അവർ വന്നതിന് ശേഷം ഞങ്ങൾ വണ്ടിയിലൊക്കെ ഇറങ്ങി. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ 10 മണിക്കാണ് എത്താൻ പറഞ്ഞത്. പക്ഷേ കുറച്ച് നമ്മൾ ഡിലേ ആയി, ബ്ലോക്ക് പെട്ടോണ്ട്. പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറി സെറ്റാക്കി പെട്ടെന്ന് ബോട്ട് എടുക്കാമെന്ന് അവർ പറഞ്ഞു. ഇത്രയും സമയം വൈകിയതല്ലേ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു 11:30 മണി ഏകദേശം ആയി സെറ്റാക്കി. അവിടെ ലഗേജും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് ഞങ്ങൾ വേഗം കയറുകയുണ്ടായത്. പിന്നെ ബോട്ടിൽ സ്റ്റേ ചെയ്തവർക്കറിയാം, അവരൊരു നിശ്ചിത സമയം പറഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസത്തിനാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗ് കയറിയാൽ നാളെ മോർണിംഗ് ഇറങ്ങി കൊടുക്കണം. അങ്ങനെയാണ്. നമ്മൾക്ക് അതുവരെ മാക്സിമം എൻജോയ് ചെയ്യാം. പിന്നെ ഞങ്ങൾ കയറിയ പഠനം ബോട്ട് മൂവപ്പാക്കി. പിന്നെ ഇതാണ് ഒരു റൂം. പിന്നെ ഇവിടെയാണ് വേറൊരു റൂം. 2 റൂം താഴെയും മേലെ ഒരു റൂമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നിട്ട്. ഞാൻ മേലത്തെ റൂമായിട്ട് എടുത്ത്. ഇത് കിച്ചൺ. പിന്നെ ഇവർ അതിഥി തൊഴിലാളികളാണ് കേട്ടോ. പക്ഷേ അവരുടെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അവർ ഭയങ്കര ടേസ്റ്റിലുണ്ടാക്കി തന്നത്. ഇതാണ് മേലത്തെ ഒരു ഭാഗം, ഒരു ബാൽക്കണിയും. പിന്നെ അതുപോലെ തന്നെ റൂമും ബാത്റൂമൊക്കെ ഉണ്ട്. ഇതിന് മുന്നേ ഞാൻ ഇതേപോലെ എൻ്റെ ഫാമിലിൻ്റെ കൂടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. സ്റ്റേ അല്ല, അന്ന് മോർണിംഗ് കയറിയിട്ട് ഈവനിങ് ഇറങ്ങി കൊടുക്കുന്ന രീതിയിൽ. ബോട്ട് മൂവപ്പായി കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് പോയിട്ടാണ്. അപ്പോഴത്തേനും മറ്റേ ആൾക്കാർ, എൻ്റെ ഹസ്ബൻഡും അവരുടെ ഫ്രണ്ട്സൊക്കെ ചൂണ്ടൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ കിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ആവേശമായിരുന്നു. മീൻ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവർ ഇട്ട് വെച്ചു. മീൻ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ കിട്ടി കഴിഞ്ഞാൽ സന്തോഷമല്ലേ. അതുകൊണ്ട് തന്നെ അവർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു കിട്ടൂല, ഭയങ്കര ടാസ്ക്കാവും, அவங்க വിചാരിച്ച പോലെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എവിടെ ചെന്നാലും ഒരു സായിപ്പിനെ കാണൽ ഫറലാണല്ലോ. അതുകൊണ്ട് അവരെയും കാണാൻ പറ്റി. അവർ ഹായൊക്കെ വന്നു ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട്. പിന്നെ ഈ സ്പീഡ് ബോട്ടിൻ്റെ ഏട്ടൻ വന്നു. ഞങ്ങളോട് സ്പീഡ് ബോട്ട് കയറണമെന്ന് വെച്ചപ്പോൾ നിങ്ങൾ ആദ്യം കയറി, ഞങ്ങൾ പിന്നെ കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഹസ്ബൻഡ്സ് ഞങ്ങളെ നൈസായിട്ട് പറ്റിച്ചു. ഞങ്ങളെ പേടിമുഖം കാണാൻ വേണ്ടിയിട്ട് അവർ ഞങ്ങളെ അതിൻ്റെ അകത്ത് ആദ്യം കയറ്റി. എന്നിട്ട് അവർ കയറിയതില്ല. ഞങ്ങൾ പറ്റിക്കാൻ വേണ്ടി ചെയ്താന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ കയറി. രീതി ഉണ്ടെങ്കിൽ ഞാൻ കാണാൻ എനിക്ക് അങ്ങനെ സാധനമില്ലല്ലോ. മേക്കപ്പ് ഇട്ടത് അല്ല, നല്ല സ്പീഡ് പോയിക്കോ. അസ്ലിക്കും ദസ്നിക്കും ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നീന്താനൊന്നും അറിയില്ല, അതിൻ്റെ ടെൻഷനായിരുന്നു. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിപ്പ് ചെയ്യുമ്പോൾ മുഖത്തേക്ക് വെള്ളം തെറിച്ച് വരിയിരുന്നു. ഞങ്ങൾ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത്. അത്യാവശ്യം നല്ല നനഞ്ഞിരുന്നു. മുഖത്തേക്കാണ് ഏറ്റവും കൂടുതൽ വെള്ളമായത് കേട്ടോ. ഇത് പിന്നെ ബോട്ട് വിടുന്ന ഏട്ടൻ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. അത് മറിയുന്ന പോലെയാണ് തോന്നിയത്. ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ നല്ല രസമാണ്, പക്ഷേ മറിയാണെന്ന് വിചാരിക്കും. ഞാൻ ഫോണൊക്കെ എടുത്ത് വെച്ചു. കയ്യിൽ നിന്ന് അങ്ങനെ തെന്നിപ്പോയാൽ പിന്നെ കിട്ടില്ലല്ലോ. പിന്നെ 1 മണിയൊക്കെ ആയ സമയത്ത് ഈ ഒരു തുരുത്തിൻ്റെ അവിടെ നമ്മളെ ബോട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരങ്ങനെ ചെയ്തത്.
അപ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടി, നല്ലൊരു വൈബ് സ്ഥലമാണ്. ഇവിടെ നിന്നാണ് മീൻ പിടിക്കാൻ പറ്റുക എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോഴത്തേനും ഒരു ചൂണ്ടലിൽ മീൻ കൊത്തി, ഇക്കൻ്റെ മീൻ ചൂണ്ടലിൽ എങ്ങനെയോ ഒരു മീൻ കുത്തി, എന്താണെന്നറിയില്ല, അതിനെ പിടിച്ച് സെറ്റാക്കി എടുത്ത് വെച്ച്. പിന്നെ അപ്പോഴത്തേനും അവർ ഫുഡ് കൊടുന്ന് വെച്ചിട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. കരിമീനൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ. മക്കൾക്കൊക്കെ വിഷമതുകൊണ്ട് അവർക്ക് ആദ്യം കൊടുത്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി, ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടി പോയി. നമ്മൾ നേരം വൈകി എടുത്തുകൊണ്ടാണ് ഇത്രയും സമയം പരിമിതി കുറഞ്ഞു പോയത്. അത്രയും സമയം നമുക്ക് വേസ്റ്റായി പോയി, അല്ലെങ്കിൽ നഷ്ടമായിപ്പോയി. പിന്നെ ഇതാ കുറച്ചൊക്കെ ഞങ്ങൾ മേലെയുള്ള വൈബൊക്കെ ഒന്ന് ആസ്വദിച്ചു. പിന്നെ താഴേക്ക് വീണ്ടും ഇറങ്ങി. അപ്പോഴത്തേനും ഇതാ 4:30 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ചായയും പിന്നെ പഴംപൊരിയും കിട്ടിയിട്ടാണ്. നല്ല ചൂടുള്ള നല്ല തണുത്ത കാറ്റിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇട്ട് ഇതാക്കി. ഷുഗർ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളോട് ആഡ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചത്. ഇവർ അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുത്ത് തരും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് പോസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവരെ കാണാണ്ട് വീഡിയോ എടുത്താണിട്ടത്. അവർ രണ്ടുപേരും എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് സെലീനെ കൊണ്ട് എടുപ്പിക്കുമായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ ഈ ഒരു വേറൊരു ഏരിയയ്ക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ബോട്ട് നിർത്തിയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഈവനിങ് ഒക്കെ 4 മണി, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ 5 മണി കഴിഞ്ഞാൽ ബോട്ട് ഇവിടെ നിർത്തിയിട്ടൊന്നും അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതുവരെ മൂവപ്പാക്കിയിരുന്നു. രാവിലെ ഒരു 11:30 മുതൽ 5 മണി വരെ ബോട്ട് മൊത്തം നമ്മളവിടെ കറങ്ങി തന്നെയായിരുന്നു. പിന്നെ ഇരുട്ടായി തുടങ്ങി. ഇരുട്ടായി വന്നപ്പോൾ തന്നെ ലൈറ്റ്സൊക്കെ ഞങ്ങൾ കത്തിച്ചു. അപ്പോൾ തന്നെ ഇക്കും സെലിം നിസാമും കൂടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിസാമുവിൻ്റെ മാരകമായിട്ടുള്ള മാജിക് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവൻ മാജിക്കിൻ്റെ സാധനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയില്ലായിരുന്നു മജീഷ്യൻ എന്നുള്ളത്. സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറേ മാജിക് ചെയ്തു, ചിലത് പാളിപ്പോയി. പിന്നെ ഇവരുടെ കൂടെ തന്നെയല്ലേ ചെയ്യണത്, ഫ്രണ്ട്സുകളല്ലേ പറ്റിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ പാടി. പിന്നെ അത് കഴിഞ്ഞ് അന്ത്യാക്ഷരി കളിച്ചു. അതിനേഴഴകാണ് ആലിയ കാണാൻ പാടി. പിന്നെ അവർ ലിറിക്സ് മുഴുവൻ തെറ്റിച്ച് ഞങ്ങളെ കള്ളത്തരം കാട്ടി അവർ ജയിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ ഞങ്ങളതിനായിട്ടോ ജയിച്ചത്. പിന്നെ ഇതൊരു സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ 8th നിൽക്കാൻ ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ എന്നല്ലേ. അപ്പോൾ അതും കൂടി അവിടെ വെച്ച് ആഘോഷിക്കാൻ പറ്റി. അതിൻ്റെ ഒരു ഭാഗ്യം ഉണ്ടായി. അവർ സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊണ്ടു തന്നിട്ടോ. കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പുറത്ത് പോയത്. ഇനി കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ വേറൊരു വൈബായിരുന്നു. കാരണം വീട്ടിൽ നിന്നാണ് ഇത് വരായിട്ടും ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഞാനും ആനിവേഴ്സറി ഒരുമിച്ച് കൂടിയിട്ട് തന്നെ കുറേ കൊല്ലങ്ങളായി. കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരു പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളൂ. ഫസ്റ്റും സെക്കൻഡും ആണെന്ന് തോന്നുന്നുണ്ട് ഐ തിങ്ക്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിട്ടില്ല. ഇപ്പോൾ 8 വർഷമായി. ഞങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഒന്നിച്ചെന്നും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ. അത് കഴിഞ്ഞിട്ട് 2 വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്നേഴ്സിനെ പറ്റി പറയാൻ പറഞ്ഞു. നിസാം വരുന്നു ഫുൾ അനൗൺസ്മെൻറ്റൊക്കെ കേട്ടോ. കളിയാക്കലും അനൗൺസ്മെൻറ്റ് മൊത്തത്തിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾ കുറച്ച് നേരം പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. പിന്നെ അതായത് ഞാൻ മോർണിംഗ് അതിനുശേഷം ഫുഡൊക്കെ കഴിക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചപ്പാത്തിയും ചിക്കനും ചോറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതായത് മോർണിംഗ് ഞാൻ അടുത്ത വീഡിയോ ആണ്. ഒരു 7:30 ആയിക്കണ് എണീറ്റപ്പെട്ടോ. കുറച്ച് നേരം വൈകി കിടന്ന്. രാവിലെ അതായത് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നു. അത് കഴിച്ചിട്ട് വേഗം അവിടുന്ന് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഒരു 9:30 ഒക്കെ ആയ സമയത്ത് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. അവർ സമയപരിമിതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. വേറെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെ കാറുള്ളവർക്ക് തന്നെ അവർ കൊണ്ട് നിർത്തി തന്നു. ജസ്റ്റ് രാവിലെ ഒന്ന് മൂവപ്പാക്കിയിട്ടുണ്ടായിരുന്നു ബോട്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ലഗേജൊക്കെ താണ്ടി പിടിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഇനി നാട്ടിലേക്ക് എത്തണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മാറ്റി എളുപ്പം ഇറങ്ങുകയുണ്ടായത്. കുട്ടികളുണ്ടാകുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. എന്തായാലും 9 മണിക്ക് അവർ ഇറങ്ങാൻ പറഞ്ഞു. 1/2 മണിക്കൂർ വൈകിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ കുളവായൻ്റെ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കളറും ഇതിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് പോയി പറിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫുട്ടിക്ക് കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങളിതേ വണ്ടി റിവേഴ്സ് ഇട്ട് അങ്ങനെ അവിടുന്ന് പോന്നു. പോരുന്ന വഴിക്ക് എന്താ പറയുക, നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറേ വീഡിയോസ് ഉണ്ട്. പക്ഷേ എല്ലാം കൂടി അലോഡാക്കി ഒരുപാട് ലെങ്തി വീഡിയോ ആയി പോകും കേട്ടോ. അപ്പോൾ പിന്നെ ഇതാണ് എറണാകുളം എത്താനാണ് നേരത്തെ എത്തിയാണ്. പിന്നെ ജുമോ ഉണ്ടായിരുന്നുകൊണ്ട് ഇവർ പള്ളിയിൽ പോയി വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ. നെയ്ച്ചോറൊക്കെയാണ് ഇവർ. നെയ്ച്ചോറും ബിരിയാണിയും ഉണ്ടായിരുന്നു, അൽഫാം ഉണ്ടായിരുന്നു. ഞാൻ ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. എനിക്ക് ഫ്രൈഡ് റൈസാണ് ഇഷ്ടം. അപ്പോൾ ഫ്രൈഡ് റൈസ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലുലു കയറിയിട്ടോ. ലുലുവിൽ കയറാമെന്ന് പറഞ്ഞു. കാരണം വേറെ ഇനി മറൈൻ ഡ്രൈവ് പോകാനാണ്. പിന്നെ അപ്പോൾ മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോവാണ്ട് ലുലു മാൾക്ക് കയറി. ഇപ്പോൾ സമയം ഒരു 2:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മണി ആയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് 3 മണി ആയിട്ടുണ്ട്.
പിന്നെ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ 3 പേര് 3 വഴിക്കായി. പിന്നെ അതേ ഈ ലൈറ്റ്സിൻ്റെ ഈ ഒരു സെറ്റിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ ഫുട്ടി ഇതിൻ്റെ അകത്ത് കയറി കുറച്ച് നേരം കളിച്ചു. ഈ ഫുട്ടി എമ്മയും കളിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഗെയിംസിൻ്റെ അപ്പുറത്ത് ഫ്രൂട്ട് ബേ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി. ആകെ ടയേർഡായി, കുറേ നേരം നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞങ്ങളൊരു ജ്യൂസും റഷ്യൻ ഹണി കേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞു നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ കേക്ക് കണ്ടപ്പോൾ ഒരു ആഗ്രഹം അപ്പോൾ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോനും കേക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കേക്കും കഴിച്ചു. പിന്നെ അവിടുന്ന് ലിഫ്റ്റ് കയറുന്ന ഇഫുവിന് ഭയങ്കര ഇഷ്ടമാണ്. എസ്കലേറ്ററിലും ലിഫ്റ്റിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കയറുമ്പോൾ എക്സ്പ്രഷൻസ് ഇങ്ങനെ മാറുന്ന കാണാം, ഇങ്ങനെ താഴത്ത് കറങ്ങുമ്പോൾ കണ്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു 5:30 മണിയാകുമ്പോൾ പുറത്തിറങ്ങി. വീട്ടിൽ പോകാമെന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 1 ഡേ ആയിരുന്നു നമ്മളെ പ്ലാന്. ഡിസ്നിക്കൊരു ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ വീട്ടിൽ, അപ്പോൾ പെട്ടെന്ന് എത്തണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് മയങ്ങിപ്പോയി. പിന്നെ ഞാൻ എണീക്കുന്നത് 7 മണിയായപ്പോഴാണ്. വയറൊന്ന് ജസ്റ്റ് കൊളുത്തിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം നടന്നിട്ട് കാലും കൈയൊക്കെ കുഴഞ്ഞിട്ട് ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. പിന്നെ അതാ ഈ ഒരു വഴിയിൽ നിർത്തി നമുക്ക് കുഞ്ഞ് ചായയും കടിയൊക്കെ കഴിച്ചിട്ട് പോവല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ ഇതിൽ ഈ സംഭവമാണ് മറ്റേ വട്ടയപ്പം. അവർ വട്ടയപ്പം എന്നാണ് കേട്ടോ പറഞ്ഞത്. വട്ടയപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൊത്തുപൊറാട്ടയും ബീഫും ആയിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് പോയി. പിന്നെ ഒരു 10 മണിയാവാൻ നേരത്ത് കുട്ടികൾക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. ഒരു 11:30 മണിയായിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയ സമയത്ത്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.